BC 597 വന്ന് യെരുശലേമിനെ കീഴടക്കി. യഹോയാക്കീൻ, യഹസ്കേൽ പ്രവാചകൻ എന്നിവരുൾപ്പെടെ 10,000-ഓളം പേരെ തടവുകാരാക്കി ബാബിലോണിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. മൂന്നാമത് BC 586 ദീർഘമായ ഒരു നിരോധനത്തിന് ശേഷം അദ്ദേഹം യെരുശലേമിനെ നിശേഷം നശിപ്പിക്കുകയാണ്. യഹോയാക്കീം മുതൽ ഭരിച്ചിരുന്ന 3 രാജാക്കന്മാരും നെബൂഖദ്നേസറിൻ്റെ സാമന്തന്മാരായി അദ്ദേഹത്തിന് കപ്പം കൊടുത്തുകൊണ്ട് രാജ്യം ഭരിച്ചിരുന്നതിനാൽ കപ്പമായി ലഭിക്കുന്ന ദ്രവ്യം ആഗ്രഹിച്ചായിരിക്കണം അദ്ദേഹം യെരുശലേമിനെ പെട്ടെന്ന് തന്നെ നശിപ്പിക്കാതിരുന്നത് എന്നാണ് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്. 1-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വചനത്തിൽ കാണുന്ന 30